ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2025 SSC ജൂനിയർ എഞ്ചിനീയർ തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് SSCയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് അവരുടെ കലണ്ടറിൽ ഏറെക്കുറെ എന്നത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഈ 3 സ്ട്രീമിലുള്ളവർക്ക് വ്യത്യസ്ത തസ്തികകളിൽ അപേക്ഷിക്കാനുള്ള അവസരമാണ് SSC എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ 3 ഇയർ ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും എന്നുള്ളതിനെ പറ്റി ഏറെക്കുറെ കൃത്യമായിട്ട് SSC അറിയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെൻറ്റ് പുറത്തു വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5 വരും എന്നാണ് കരുതുന്നത്. അതായത് വരുന്ന ഓഗസ്റ്റ് 5 പുറത്തു വരും എന്നാണ് കരുതുന്നത്. അതിനുശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ അവസാന ഡേറ്റ്, അപേക്ഷിക്കുന്നതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 28 ഓഗസ്റ്റ് 2025 അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം തന്നെ അപേക്ഷിക്കാൻ റെഡി ആവണം. കാരണം പലപ്പോഴും സൈറ്റ് ഹാങ് പോലുള്ള ഇഷ്യൂസൊക്കെ RRBയിൽ കാണുന്ന പോലെ തന്നെ SSCയിലും ഇതുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഒപ്പം തന്നെ OBCയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പോലെ സർട്ടിഫിക്കറ്റുകളൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഈ സമയത്ത് ഉപകരിക്കാവുന്നതാണ്. കാരണം ഇതെടുക്കേണ്ട തഹസിൽദാരുടെ ഓഫീസിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകും. ഏതാണ്ട് 1 വർഷത്തിനുള്ളിലായതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിലോ അടുത്ത മാസങ്ങളിലോ ഒക്കെ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളത് കണക്ക് കൂട്ടി ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയം നോക്കി നിങ്ങൾ എടുത്ത് കയ്യിൽ വെക്കാവുന്നതാണ്. ഇനിയും ഇതിൻ്റെ ഡേറ്റ് ഓഫ് അല്ലെങ്കിൽ മന്ത് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒക്ടോബറിലോ നവംബറിലോ, അതായത് ഒക്ടോബറിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കത്തക്ക രീതിയിലായിരിക്കും എന്ന് ഏകദേശം എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ SSC പറഞ്ഞിരിക്കുന്നു. ഇത് ഈ രീതിയിൽ ചെയ്യാനാണ് SSC പ്ലാൻ ചെയ്യുന്നത് എന്നാണ് SSC പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ എക്സാം നടക്കും. നമ്മുടെ വരാൻ പോകുന്ന കാലമായതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റ് ബുദ്ധിമുട്ടുകളും മറ്റ് പ്രശ്നങ്ങളും ഒന്നും ബാധിക്കാത്ത പക്ഷം ഈ രീതിയിൽ തന്നെയായിരിക്കും SSC എക്സാമിനേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് 2024 നടന്ന എക്സാമിനേഷൻ എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്താം. അപ്പോൾ നമുക്കറിയാം ഈ 2025 ഈ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റും എക്സാമിനേഷൻ്റെ പ്രൊസീജിയേഴ്സും എങ്ങനെയൊക്കെയായിരുന്നു നടന്നു പോയതെന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സഹായിക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകാനും പറ്റും. ആദ്യമായിട്ട് ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത് 28/3/2024 വന്നത്. അതിനുശേഷം ആദ്യമായിട്ട് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 28/3/2024 തുടങ്ങി 18/4/2024 ഇതിൽ എൻഡ് ചെയ്തു. ഇനി എക്സാം ഡേറ്റ് ആദ്യമായിട്ട് പേപ്പർ 1ൻ്റെ എക്സാം നടന്നത് 5/6/2024 തുടങ്ങി അവസാനത്തെ എക്സാം 7/6/2024 കഴിഞ്ഞതായിട്ട് കരുതുന്നു. അറിയാമല്ലോ, ഡിഫറെൻറ്റ് സ്ലോട്ടുകളായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സെറ്റ് ഓഫ് എക്സാം 5/6/2024 തുടങ്ങി അവസാനത്തെ എക്സാം 7/6/2024 സമാപിക്കുകയും ചെയ്തു. ഇനിയും പേപ്പർ 1ൻ്റെ ടയർ 1ൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് 20/8/2024 അതിനുശേഷം ടയർ 2ൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് 6/11/2024 അതായത് ടയർ 1 ക്വാളിഫൈ ചെയ്തവർ മാത്രമാണ് ടയർ 2ലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ടയർ 2ൻ്റെ എക്സാമിനേഷൻ 6/11/2024 നടന്നു. അതായത് ഒറ്റ എക്സാം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് 3/2/2025 പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതായത് ഈ മാസം 3 ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു SSC എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഏകദേശം എത്ര സമയമാണ് നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്. ഒരു വലിയ പരീക്ഷയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ പഠിക്കണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്ന ശേഷമുള്ള സമയം മതിയാവില്ല എന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഒരു അനാലിസിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങേണ്ടതിൻ്റെ അനിവാര്യതയാണ് നമുക്ക് ഈ ഒരു ഡേറ്റയിൽ നിന്ന് മനസ്സിലായത്. ഇനിയും എന്തൊക്കെയാണ് നമുക്കിതിനകത്തുള്ളതെന്ന് ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞു. അതായത് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ മേഖലയിൽ നിന്നുള്ളവർക്കാണ് ഇതിൻ്റെ നിയമനം കിട്ടുന്നത്. ഇവിടെ എവിടെയൊക്കെയാണ് നിയമിക്കുന്നത് എല്ലാം ഒന്നും വിശദമായിട്ട് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കാം. ഇത് അവസാനത്തെ നോട്ടിഫിക്കേഷനാണ്. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇത്തവണ നോട്ടിഫിക്കേഷൻ വിളിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിൽ പറയാത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കാനും സാധ്യതയുണ്ട്. അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ബ്രഹ്മപുത്ര ബോർഡർ മിനിസ്ട്രി ഓഫ് ജൽശക്തി മുതലായ
കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഇതിലേക്ക് ബിടെക് ഡിഗ്രി ഉള്ളവർക്കും ചില പോസ്റ്റുകൾക്ക് വ്യത്യസ്തങ്ങളായ തസ്തികകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള യോഗ്യതകൾ അവർ ക്രൈറ്റീരിയ വെക്കാറുമുണ്ട്. ചിലതിൽ കോമൺ ആയിട്ടുള്ള ക്രൈറ്റീരിയകൾ വെക്കാറുമുണ്ട്. 3 ഇയർ ഡിപ്ലോമ, 2 ഇയർ ഡിപ്ലോമ, ഇങ്ങനെയുള്ള പല ക്രൈറ്റീരിയകളും പറയാറുണ്ട്. ഏത് തന്നെയാണെങ്കിലും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഈ 3 സ്ട്രീമിലുള്ളവർക്കാണ് ഈ ഒരു ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഏത് ബിടെക്കുകാർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും ചില തസ്തികകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തസ്തികകൾ നോക്കിക്കൊണ്ട് ഇതിൻ്റെ കോഡ് മനസ്സിലാക്കിക്കൊണ്ട് പ്രിഫറൻസ് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് അവസാനം വന്ന നോട്ടിഫിക്കേഷനിലെ ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്ലോട്ട് കാണിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ പേ സ്കെയിൽ അല്ലെങ്കിൽ സാലറി എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും. ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 35,400 മുതൽ 1,12,400 രൂപയും ഗ്രേഡ് പേ ആയിട്ട് 4,200 രൂപയുമാണ് ഈ ഒരു തസ്തികയിലേക്കുള്ള സാലറി ആയിട്ട് പറയുന്നത്. ഇനിയും സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അലവൻസ് ഉണ്ടായിരിക്കും. ഇനി എല്ലാ തസ്തികകൾക്കും ഒരേ അലവൻസ് ആയിരിക്കണമെന്നില്ല. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് അതിന് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കിട്ടുന്ന അലവൻസും അവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സും ഒന്നും ആയിരിക്കണം എന്നില്ല മറ്റേതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അസസ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതൊക്കെ വരുന്നത്. ഇനിയും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എങ്കിൽ ഒന്നുകൂടി പറയാം. ആദ്യമായിട്ട് ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം ടയർ 2ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ശേഷം നിങ്ങൾക്ക് ടയർ 2 ക്ലിയർ ചെയ്യുന്നവരുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. ശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത്രയും പ്രൊസീജിയറിന് ശേഷമായിരിക്കും നിങ്ങളെ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഇനിയും ഇതിൽ എന്തൊക്കെയാണ് എക്സാമിനേഷൻ? ആദ്യമായിട്ട് 2 എക്സാമിനേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ആദ്യമായിട്ട് നമുക്ക് പേപ്പർ 1 നോക്കാം. ഇവിടെ പേപ്പർ 1ലേക്ക് നോക്കുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നതാണ്. അവിടെ 50 ക്വസ്റ്റ്യനുകളും 50 മാർക്കുമാണുള്ളത്. അടുത്തത് ജനറൽ അവയർനെസ് ആണ്. ഇവിടെയും 50 ക്വസ്റ്റ്യനും 50 മാർക്കുമാണുള്ളത്. ഇനിയും അതിനുശേഷം മൂന്നാമതായിട്ട് പാർട്ട് എ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ അപേക്ഷിക്കുന്നത്, അതായത് നിങ്ങളുടെ സ്ട്രീം ഏതാണോ ആ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട 100 ചോദ്യവും 100 മാർക്കുമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ പാർട്ട് 1ൻ്റെ ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലായി. ഈ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്തത്. അങ്ങനെ പാർട്ട് 1, അതായത് ടയർ 1 CBT 1 ക്ലിയർ ചെയ്യുന്നവർക്ക് മാത്രമേ പാർട്ട് 2 എക്സാം എഴുതാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ഇവിടെ 100 ക്വസ്റ്റ്യനും 300 മാർക്കുമാണുള്ളത്. ഇവിടെ നിങ്ങളുടെ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരിക. സിവിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സിവിലും, മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മെക്കാനിക്കലും, ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇലക്ട്രിക്കലുമായിരിക്കും ഇവിടുത്തെ കണ്ടന്റുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാമിനേഷൻ്റെ ഡ്യൂറേഷനായിട്ട് ടയർ 1നും ടയർ 2നും നൽകിയിരിക്കുന്നത് 2 മണിക്കൂറാണ്. സ്ക്രൈബ് വെച്ച് എഴുതുന്നവർക്ക് 40 മിനിറ്റ് കൂടി എക്സ്ട്രാ അനുവദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിരവധി ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിൽ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിച്ചിരിക്കുന്ന ഏണസ്റ്റ് അക്കാഡമിയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സിനെ സംബന്ധിച്ചും പോസ്റ്റിനെ സംബന്ധിച്ചുമുള്ള എന്ത് സംശയമുണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.